സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പം നമ്മൾ ഈ കളവൻ വീണ്ടും വന്നിട്ടോ. നമ്മൾ ഓരോ തന്തരാത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? അതായത് ഒരു 2-3 അലവലാദികൾ കുറച്ച് ദിവസമായിട്ട് വലിയ ശല്യങ്ങളൊന്നും ഇല്ലാതെ, അതായത് കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന, ഇന്ന് നോക്കിയപ്പോൾ അതിൽ രേഷ്മ MV എന്ന് പറയുന്ന ഒരു കഴിവ മോള് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു റിപ്ലൈ കൊടുത്താലെന്താ? അതിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇതാണ്: മരിച്ചുപോയ സുധിയുടെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നു. സങ്കടം തന്നെ അല്ലേ? സങ്കടം തന്നെ. കൂടുതൽ വിഷമം ആ സ്ത്രീ അനുഭവിക്കുന്ന ശാരീരിക വേദനകളെക്കുറിച്ച് ഓർത്താണ്. പിന്നെ ആ കുഞ്ഞിനെ ഓർത്തു. നമ്മുടെ ഒരു ബന്ധുവിനും ഈ അസുഖം വന്നത്, എൻ്റെ ഒരു ബന്ധുവിന് ഈ അസുഖം വന്നത് ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. അയ്യയ്യോ, ഓർത്തത് വലിയ ഉപകാരം. ഓർക്കണം കേട്ടോ. ചിലപ്പോൾ ഇനിയും നിൻ്റെ മറ്റവന്മാർക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നിൻ്റെയൊക്കെ പോലെയുള്ള ഈ ദുഷിച്ച മനസ്സുകളുണ്ടല്ലോ, പൈസയോടുള്ള ആർത്തി കൊണ്ട് തന്തയിലാത്ര മാത്രം കാണിക്കുന്ന നിൻ്റെയൊക്കെ കുടുംബത്തിൽ ഇനിയും വരാതെ നീയൊക്കെ സൂക്ഷിച്ചോ കേട്ടോ. ചിലപ്പോൾ നിൻ്റെ ഏറ്റവും അടുത്ത വർഗത്തിനോ ചിലപ്പോൾ നിനക്ക് തന്നെ വരാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ആദ്യം നിൻ്റെയൊക്കെ മനസ്സിലുള്ള ദുഷിച്ച മനസ്സാദ്യം മാറ്റി വെക്കുക കേട്ടോ. ഓർക്കുന്നു. പക്ഷേ ഇപ്പോഴും അവരുടെ പേരിൽ റീച്ച് കിട്ടാൻ വേണ്ടി അവരെ എടുത്ത് അറിയുന്നവർ അടക്കം വരെ വെച്ച് വീഡിയോ ചെയ്യുന്നു. ശരിയാണ്. ആരാണാവോ ആ ചെയ്തത്? നിനക്കൊക്കെ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വയ്യ. കാരണം വന്നു കഴിഞ്ഞാൽ ഇത്രയും നാളും എവിടെ വെച്ച് കുണയിലടിച്ച് നീ കാശുണ്ടാക്കി കുറേ തിന്നതാണ് എന്ന് നോക്കിയാലും നിനക്ക് നിൻ്റെ മറ്റവളുമാർക്കും കൂടെ സ്ഥിരം കണ്ടന്റ് ആയിരുന്നു രേഷ്മ ബി തങ്കച്ചൻ അല്ലെങ്കിൽ രേണു സുധി. ഇപ്പോൾ ഇത്രയും നാൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എടുത്ത് ഇനിയിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വയ്യ. ഇനി അങ്ങനെ ഒരു കമൻറ്റിലൂടെ പോസ്റ്റ് ഇട്ട് അങ്ങോട്ട് ഉണ്ടാക്കാൻ വരികയാണ്. നിൻ്റെ മനസാക്ഷി അങ്ങോട്ട് അറിയിക്കാം അല്ലേ? ബാക്കി വായിക്കാം. നിങ്ങൾക്കത് എങ്ങനെ സാധിക്കുന്നു? ശരിയാടോ, എങ്ങനെ സാധിക്കുന്നു? ഇവരെ ഞാൻ ആദ്യമേ സപ്പോർട്ട്. നീ എന്ത് കോപ്പാളി നീ ചെയ്തിട്ടുള്ളത്? എന്ത് സപ്പോർട്ടാണ് നീ അങ്ങോട്ട് ഉണ്ടാക്കിയത് ഈ രേണു സുധീനെ വെച്ചിട്ട്? ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ തെറ്റ് ചെയ്തു എന്ത്? നിൻ്റെ വീട്ടിൽ വന്ന് അവൾ തുണി കഴിച്ച് കാണിച്ചെന്നോ തെറ്റ് ചെയ്യാൻ? അല്ല നിൻ്റെ ഭർത്താവിനെ കറക്കി എടുത്തോ രേണു സുധി? ആന്നോടി, നിൻ്റെ ഭർത്താവിനെ അവൾ കറക്കി എടുത്തോ? എങ്കിൽ ശരി, നിനക്ക് ഇത്രയും ഒരു വിദ്വേഷം കൂടാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് കരുതാം. നിൻ്റെ ഭർത്താവിനെ നിൻ്റെ തന്തയാണോ കറക്കി എടുത്തോ? പിന്നെ എന്താണ് അവൾ തെറ്റ് ചെയ്തത്? അതിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. എന്നാലും അവരെ ഇപ്പോൾ വെച്ച് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആൻഡ് അവരുടെ ബന്ധുക്കൾ പോലും അവരെ വീണ്ടും ഉപയോഗിക്കുന്നു. അവർക്ക് രോഗമാണ് എന്നറിഞ്ഞതിൽ പിന്നെ ഞാൻ ഒരു ചെറിയ വീഡിയോ പോലും ചെയ്തിട്ടില്ല. നീ ചെയ്യാത്തെന്ത്? ചെയ്യേണ്ടത് ആരെങ്കിലും പറഞ്ഞോ? നിൻ്റെയൊക്കെ വർഗ്ഗഗുണം അതല്ലേ. നീ ചെയ്യാത്തെന്താടി? കേട്ടോ കൊണ്ണ കേട്ടോ. ഒരു ചെറിയ കാര്യം പോലും അവരെ വെച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അവരെ വെച്ച് ഒരു വീഡിയോ ചെയ്യുന്ന അവരുടെ കൂട്ടുകാരി സജീന വെറുപ്പും അറപ്പുമാണ്. നിൻ്റെ കോപ്പ ആർക്ക് വേണോടി? എടി കഴിവറ മോളെ, നിനക്കറിയാമോ ഈ രേണു സുധിയെ നിന്നെ പോലെയുള്ള മറ്റവളുമാരെടുത്തിട്ട് അങ്ങോട്ട് അലക്കിയപ്പോഴേ ഈ സജീന മാത്രമേ അവർക്കൊപ്പം തുണയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നീയൊക്കെ എടുത്ത് അങ്ങോട്ട് ഈ സജീനെ നീയൊക്കെ വലിയ ശത്രുവാണെന്ന് അങ്ങോട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നീ എടുത്തിട്ട് അങ്ങോട്ട് ഏറി കയറ്റി അവർക്ക് കിട്ടിയിട്ടുള്ള സമ്മാനം എന്താണ്? നിന്നെയൊക്കെ പോലെയുള്ള അലവലാദികൾ വിചാരിച്ചപ്പോൾ ഇവരൊക്കെ വെച്ച് മോശമായ രീതിയിൽ ചിത്രീകരിച്ചപ്പോൾ ആൾക്കാർ വന്ന് അറഞ്ഞ പുറഞ്ഞ തെറി വിളിച്ചു. അതല്ലാതെ ഈ സജീനയ്ക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? നീ ഒന്ന് പറ. നിൻ്റെ അറപ്പും വെറുപ്പ്, നിന്നെയൊക്കെ ആണ്ട് ഈ അറപ്പും വെറുപ്പും തോന്നുന്നത് നിൻ്റെയൊക്കെ ഈ വിഷവിത്തിന് അറപ്പും വെറുപ്പും തോന്നുന്നു. ഇപ്പോൾ അവരെ വെച്ച് ഇവിടെ ഏറ്റവും കോണ്ടന്റ് ചെയ്യുന്നത് ഈ സജീന എന്ന സ്ത്രീയാണ്. അവരുടെ രോഗത്തെ വെച്ച് ലൈവ് വരെ ഇട്ടു. അവരോട് ശരിക്കും വെറുപ്പ് തോന്നുന്നു. മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത വർഗം കഴിവറ. നീ അങ്ങ് കാലിൻ്റെ ഇടയിൽ അങ്ങ് മനസ്സാക്ഷി സ്നേഹം അങ്ങ് ഒലിപ്പിക്കുകയാണ് നീ അല്ലേ? ഞാൻ കണ്ട് അങ്ങ് ഒലിക്കുവാണ് നിൻ്റെ സ്നേഹവും പിന്നെ എല്ലാം കൂടെ. ഇനിയുണ്ട് 2-3 കൂടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഈ കണ്ടന്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. കാര്യം ഇനി സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇത്ര നാൾ ശത്രുവാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രഖ്യാപിച്ചല്ലേ അല്ലേ? അപ്പം നമ്മളൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. വർഗം അവർക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യേണ്ടത് ഹൃദയത്തിൽ, നിൻ്റെ കോപ്പിലെ ഹൃദയം. നിനക്ക് മനസാക്ഷിയുണ്ട് എടീ. പിന്നെ സുരേന്ദ്രൻ ചില ആ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഫലിക്കും. സത്യമായ ഒരു കാര്യമാണ്, എൻ്റെ അനുഭവത്തിലുള്ളതാണ് കേട്ടോ. നിൻ്റെയൊക്കെ ഈ വർഗത്തിൻ്റെ ഈ ദുഷിച്ച മനസ്സ് മാറിയില്ലെങ്കിൽ നീയൊക്കെ ആയിരിക്കും ഇതുപോലെ പുഴുത്തു ചാവുന്നത്. ഒരിക്കലും ഈ സജീന എന്ന നന്മയല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ പണം പട്ടിക്കും ഉണ്ടാവും.
കുറച്ചെങ്കിലും തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം കാണിക്കണം കേട്ടോ. കൂടെ നിന്ന് മുതലെടുക്കുന്നവരെ മനസ്സിലാക്കിയാൽ എല്ലാവർക്കും കാണണം അവളുടെ ഉപദേശം. പോടി നിന്നെ അവിടെ ആരെങ്കിലും വിളിച്ചോ? അവളെ കോപ്പിലെ ഉപദേശം കൊണ്ട് വന്നേക്കുന്നത് കേട്ടോ. ഇത്രയും നാൾ നീയൊക്കെ എവിടെ പോയിരുന്നു? ഇപ്പോൾ നീ സപ്പോർട്ടും പൊക്കിക്കൊണ്ട് വന്നേക്കുന്നത്. ഇത്രയും നാൾ നീയൊക്കെ എവിടെയായിരുന്നു? ഇത്രയും നാൾ നീ കുറ്റം പറഞ്ഞ് അങ്ങോട്ട് തിന്നതല്ലേ? അവളെ തുണി കഴിച്ച് കാണിക്കുന്നത്, മറ്റേ ചെയ്ത് നീയൊക്കെ നിന്റെ മറ്റുള്ളവരും കൂടെ എന്തെല്ലാം പോക്കത്തരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് ഈ രേണുസുതി വെച്ചിട്ട്. എന്നിട്ട് ഇപ്പോൾ പുണ്യാളത്തി ജമയം വന്നേക്കുന്നു അവളാ കോപ്പിലെ ന്യായം കൊണ്ട്. പോയി ചാവടി. നിന്റെ കുടുംബത്തിൽ ആർക്കും ഇതുപോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ നീ പ്രാർത്ഥിക്കും. നിന്റെ ഈ മനസ്സാണെങ്കിൽ ചിലപ്പോൾ നീ ആയിരിക്കും ഇതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നത് കേട്ടോ. സുരേന്ദ്രനെ കൂടെ അതൊന്നും പറയിപ്പിക്കില്ല കുട്ടി. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവമാണ്. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ അതുപോലെ ഭരിക്കാറുണ്ട് കേട്ടോ. അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. കുറച്ചെങ്കിലും നന്മ ചെയ്യാൻ ശ്രമിക്കുക. നന്മ ചെയ്യുന്നവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ സജീനെയൊന്നും ഒരിക്കലും ഇവർക്കൊന്നും ദ്രോഹം ചെയ്തിട്ടില്ല. എന്തായാലും നിന്നെയൊക്കെ പോലെയുള്ള ഒരു കോപ്പും ഈ സജീനെ ചെയ്തിട്ടില്ല കേട്ടോ. ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. അതിനൊക്കെ നീയൊക്കെ കൊടുത്ത കൂലി എന്താണെന്ന് ഞാൻ പറയാതെ നിനക്കൊക്കെ അറിയാമല്ലോ അല്ലേ കേട്ടാ. പോയി ഉണ്ടിട്ട് പോയി കിടന്ന് ഉറങ്ങും മോളെ. കൂടുതൽ ഇങ്ങോട്ട് നിന്റെ ഗുണവതിയെ അടിച്ചുകൊണ്ട് വരാതെ രേഷ്മ കേട്ടോ. പിന്നെ സുരേന്ദ്രൻ ഇതൊക്കെ കണ്ടാൽ പ്രതികരിക്കും കേട്ടോ. ഉള്ള ഗുണവതിയാരം കൊണ്ട് വന്നേക്കുന്നു. നല്ല ഉള്ള പോയി ചാവടി. പോ.